ഹക്കീമാണ്. അപ്പൊ ഞാന് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഷോപ്പിലേക്ക് കുറച്ച് ഐറ്റംസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈക്കിൾ റൈഡേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വേണമെന്നാണ് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാർ വന്നിട്ട് സൈക്കിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, സൈക്കിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയിൻ ക്ലീനിങ് ടൂൾ വരയ്ക്കാനോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മളെ ഷോപ്പിലിരിക്കുന്നത് പാർക്ക് ടൂളിന്റെയാണ്. പാർക്ക് ടൂളിന്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ അതിന് നല്ല പ്രൈസ് വരുന്നുണ്ട്. ഏകദേശം 2000 രൂപീസിനടുക്കൽ വില വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് പ്രൈസ് കുറവിന് നമുക്കൊരു ചെയിൻ ടൂൾ വേണം, ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ടൂൾ വേണം. അപ്പോൾ ഞാൻ തപ്പി ഒരു ടീമിനെ കിട്ടി. നമ്മള് ഷോപ്പില് ഇപ്പോൾ ക്രാങ്കില് പുതിയതായി ആ ഒരു അടാറ് സംഭവം വന്നിട്ടുണ്ട്. ഞാൻ അതിനെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് ചെയിൻ ക്ലീൻ ചെയ്യാവുന്ന പാർക്ക് ടൂളിലൊക്കെ ചെറിയ ആയിട്ടുള്ള ഒരു കൂട്ടാണ്. അപ്പോൾ ഇവരെ നമുക്ക് പൊട്ടിച്ച് നമുക്ക് സൈക്കിളിന്റെ ചെയിൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ഞാൻ അത് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വൺ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് എനിക്കും വലിയ ഫസ്റ്റ് ഒന്ന് കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഫ്രണ്ട്സ്, ഇതാണ് അതിന്റെ ഐറ്റം. അപ്പം ഞാനിത് തുറന്ന് അത് അടച്ച് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിന്റെ നമുക്ക് പിടിക്കാനുള്ള പിടിയാണിത്. ഇതിന് നേരെ താഴത്തേക്ക് വയ്ക്കാം. ഓക്കെ, ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം, ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ടൂള്. ഇതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സൈക്കിളിന്റെ ചെയിൻ നമുക്ക് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതിലുണ്ടായിരുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇതിന്റെ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് പിടിച്ചു, ജസ്റ്റ് നമ്മൾ റിലീസ് ചെയ്തു. ഇത് റിലീസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് കണ്ടണം ബ്രഷും സാധനങ്ങളും മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ബ്രഷ് നോക്കിക്കൊണ്ടില്ല. ഇതിൽ ഇങ്ങനെയാണ് ഇതിന്റെ ടൂൾസുകൾ ഇരിക്കുന്നത്. ഇത് കറങ്ങണതിനനുസരിച്ച് ഇത് എല്ലാം വർക്കിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ വരിക. ഈ ബ്രഷുകളൊക്കെ ചെയിനിൽ ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത് നമുക്കിത് ജസ്റ്റ് നോക്കാം. നമുക്കപ്പോൾ സൈക്കിളിന്റെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ടൂളിനെ ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഒരു കട്ടിങ് ഭാഗം ഉണ്ട്, ഒരു കട്ടിങ് പോർഷൻ ഉണ്ട് ഈ ഭാഗം, വിരിക്കാനുള്ള ഈ ഒരു ഭാഗം. ഇതിനെന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ചെയ്യനെ റെസ്റ്റ് ആയിട്ടുള്ള ചെയ്യനെ നമ്മൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇത് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ലോക്ക് ചെയ്യാനുള്ള ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ലോക്ക് ചെയ്യാം. ഇതിനെ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇതിനെ ലോക്ക് ചെയ്യാം. ഇതിങ്ങനെ ഇതിൽ ലോക്കായി കിടക്കുകയാണ്. ഈ സിസ്റ്റം ഇതിനിങ്ങനെ ലോക്കായി കിടക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ പിടിച്ച് കയറ്റാം. ഇതെന്തിനാ പിടിക്കാന്ന് വെച്ചാൽ നമുക്കിത് പിടിയാണ്, ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാനുള്ളത്. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ 2 ഹോളുണ്ട്. ഈ ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഡീസൽ, സൈക്കിൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സോൾവെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസലാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീസൽ എടുക്കുക. അതിലേക്ക് കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുക്കാം. ഡീസൽ ഒഴിച്ചതിന് ശേഷം ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡീസലിന്റെ അളവുണ്ട്. ഡീസൽ എന്തോരം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡീസലിനെ കാട്ടി കൊടുക്കാം. ഇങ്ങനൊരു കുറച്ച് സമയം, ഒരു 10 സെക്കൻഡോ 10 സെക്കൻഡല്ല, ഒരു 1-2 മിനിറ്റ് വരെ നന്നായി കാട്ടി കൊടുക്കുമ്പോൾ വേണ്ട
ഇതിന്റെ ചെയ്യലിന്റെ ഓരോ കണ്ണികൾ നമുക്ക് നോക്കിയറിയാം. എല്ലാവർക്കും ഈ ചെയ്യലിന്റെ ഡീസൽ എല്ലായിടത്തും എത്തി അതിന്റെ എല്ലാ കണ്ണികളിലേക്ക് ഇറങ്ങി ചെയ്യുമ്പത്തെ എല്ലാ അഴുക്കും ഇതിലിപ്പോ ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കതൊന്നും കൂടി ഒന്ന് കണ്ടാലോ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ചെയ്യൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഇതിന്റെ ഈ കാസറ്റ് ഉണ്ടല്ലോ, ഈ കാസറ്റിന്റെ ഉള്ളിലൊക്കെ നിറച്ച് ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നത്. ഈ കാസറ്റ് നമുക്ക് ക്ലീൻ ചെയ്യണ്ടേ? അപ്പൊ നമ്മളൊരു നല്ലൊരു പ്രൊഫഷണൽസ് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് സൈക്കിൾ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഈ ചെയ്യുന്നതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുനടക്കണമെങ്കിൽ. ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കാസറ്റ് ക്ലീൻ ചെയ്യുന്ന ടൂൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിന് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ക്ലിപ്പിനെ നമ്മൾ ഫസ്റ്റ് പിടിക്കുക, നേരെ വലിക്കുക, എന്നിട്ട് അത് താഴ്ത്തി വെച്ചിട്ട് ഇതിനെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിനെ നേരെ പിടിക്കുക, റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റുക, എന്നിട്ട് ഇതിനെ വേണോ അതിന്റെ ഒരു ഭാഗം ഇതാ ഇതില് നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിന്റെ ഉള്ളിൽ ഡീസൽ ഉണ്ട്, ഇത്രത്തോളം അളവിൽ ഡീസൽ ഉണ്ട്. ഈ അളവിലാണ് ഇതിന്റെ ഇപ്പൊ ഡീസൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇതിന്റെ ഉള്ളിലത്തെ ബ്രഷസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നന്നായി ഇതിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പോന്നോളും. പിന്നെ ഇതിനെ നമുക്ക് നേരെ വെച്ചിട്ട് നമുക്കിപ്പോ തൽക്കാലം ഇതിപ്പോ മാറ്റി വയ്ക്കാം. ഓക്കെ, അതുപോലെ ഇപ്പൊ നമുക്ക് അടുത്ത് ഞാൻ പറഞ്ഞിരുന്നതാണ് നമ്മളെ കസറ്റ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ. ഇത് കസറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ശരിക്കും പറഞ്ഞ ബൈക്കിന്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇതിപ്പോ ആകെ നിസ്സാര 140 രൂപ റേഞ്ചൊക്കെ ഇതിന് വരുന്നുള്ളൂ ഷോപ്പുകളിൽ മേടിക്കുമ്പോൾ. അപ്പൊ നമുക്കിത് ആദ്യം ഇത് ഉപയോഗിച്ചിട്ട് ഈ ചെറിയൊരു എമൗണ്ടിൽ നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 150 ആണ് മാക്സിമം വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാദ്യം നമ്മൾ പൊളിക്കാം. ഇതില് ഇതാണ് ഈ ടൂള്, ഈ ബ്രഷ്. നമ്മളത് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഈ ടൂള്. ഇതിന്റെ ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാം. കേട്ടോ, ഇത് മെയിനായിട്ട് ഈ ഒരു ഗ്യാപ്പ് കാണിക്കുന്നത് ബൈക്കിന്റെ ചെയ്യേണ്ട ലെങ്ത്, അതിന്റെ ഒരു അളവാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ബൈക്കിന്റെ ഇത് ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കസറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ബൈക്കിന്റെ ക്ലീൻ ചെയ്യാനുള്ള ടൂളാണ്, ഇതല്ലാതെ സൈക്കിൾ ക്ലീൻ ചെയ്യാനുള്ള ടൂളല്ല. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സൈക്കിളിന്റെ കസറ്റ്സും അതുപോലെ തന്നെ ക്രാങ്കിന്റെ അവിടെ ഇതും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമ്മൾ അതിൽ ഡീസൽ ഇതാക്കിയതിന് ശേഷം ഇതിനെ വെച്ചിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്കോ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഇതിൽ കുടുങ്ങാതെ നമ്മളിത് കറക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഓരോ ഗ്യാപ്പിലേക്ക് ഇത് വെച്ചിട്ട് നന്നായി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കസറ്റിന്റെ ഭാഗവും ക്ലീൻ ആവും. അതുപോലെ തന്നെ ഈ ജോക്കി വീലുകളുടെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ഇതും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഉള്ളിൽ ഈ മണ്ണും ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് സ്മൂത്ത്നെസ് കിട്ടില്ല. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ ഡീറൈലറിന്റെ ഫ്രണ്ട് ഡീറൈലറിന്റെ ഭാഗത്ത് ഇതിൽ കുറച്ച് അഴുക്കണമെങ്കിൽ അത് ഈ ക്രാങ്കിന്റെ ഉള്ളിലേക്കുള്ളത് ഇതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇതിപ്പോ ഈ രണ്ട് ഐറ്റവും ക്രാങ്ക് തൃശ്ശൂർ ക്രാങ്കിൽ ഇതിപ്പോ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 450 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അതായത് 350 രൂപ ഈ ചെയ്യാൻ ക്ലീൻ ചെയ്യുന്ന ടൂളിനും ഈ ടൂളിന് 100 രൂപയും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്കിപ്പോ നോർമലി ഈ റെയ്ഡൊക്കെ കഴിഞ്ഞ് വരുമ്പോ വണ്ടി മാത്രമേ നമുക്ക് കുളിപ്പിക്കാറുള്ളൂ, ചെയ്യാൻ നമ്മളധികം കുളിപ്പിക്കൽ കുറവാ. പിന്നെ ഇതിനുശേഷം എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരും സൈക്കിളിൽ ലൂബൊക്കെ അടിക്കാറുണ്ട്. ലൂബ് മീൻസ് നമ്മുടെ സൈക്കിളിന്റെ ബൈക്കിന്റെ ഒക്കെ ലൂബ് അടിക്കുക. അതൊക്കെ ആയാലും നമുക്ക് ഇതുകൊണ്ട് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു പാർട്ടുകൾ പോലത്തെ ഒരു കമ്പനിയുടെ ഒക്കെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് നല്ലത് ചെറിയൊരു ഐറ്റം മേടിച്ചിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കണല്ലോ ഏറ്റവും നല്ലത്. ഇതിപ്പോ സെറ്റാണ്. ഇതിപ്പോ എല്ലാ അഴുക്കും പോയി എല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഏതായാലും ബോധിപ്പിച്ചാണ്. നിങ്ങൾക്ക് എന്തായാലും വേണ്ടവര് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ നമ്പർ ഇതിലിട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
പിന്നെ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സി യു അഗൈൻ. നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ അടുത്ത് തന്നെ എത്താം. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് എത്തുന്നതുവരെ എല്ലാവർക്കും